എന്താ പറഞ്ഞത്, വർഗീയവാദികൾക്ക് ഈ ക്യാമ്പസിൽ പ്രവേശനമില്ല. ഞാൻ പറയുന്നു ഒരു ക്യാമ്പസിലും ഒരു വർഗീയവാദിയെയും പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദിയാണെന്ന് നമ്മൾ ഈ വർഗീയത കൊണ്ടുപോകുന്നത് ഉപേക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അവര്. എങ്ങനെ വർഗീയവാദിയാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് നിവേദിത രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട്. അവരൊരു ബി ജെ പി ആണ് എന്നുള്ളത് തന്നെയാണ് അവര് വർഗീയവാദി എന്നുള്ളതിന്റെ സാക്ഷ്യം. എങ്ങനെയാ വർഗീയവാദികൾ? വർഗീയവാദികൾ നിങ്ങളാണ് വർഗീയവാദികൾ. 1000 വട്ടം പറയും, 1000 വട്ടം. ആ ഒരു പരാമർശം 1000 വട്ടം. ഇല്ല പ്ലീസ് ഇല്ല സംശയം 1000 വട്ടം പറയും, 1000 വട്ടം പറയും. BJP വർഗീയവാദിയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണെന്ന് നിങ്ങൾ വ്യക്തമാക്കി. 1000 വട്ടം പറയും BJP വർഗീയവാദി. മുസ്ലിം ലീഗോ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എല്ലാവർക്കും അഭിപ്രായമാണ്. നിങ്ങൾ അഭിപ്രായം പറയട്ടെ. എല്ലാവർക്കും എല്ലാരും അതത് സ്ഥലത്തേക്ക്. ഇനി നിങ്ങളായിട്ട് വെള്ളം ഉണ്ടാക്കണ്ട, നിങ്ങളായിട്ട് വെള്ളം ഉണ്ടാക്കണ്ട. പോയിരിക്കെ അഭിപ്രായമല്ലേ പറഞ്ഞ്, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നിങ്ങൾ പോയിരിക്കും. എല്ലാരും അതത് സ്ഥലത്തേക്ക് സംഘർഷാക്കരുത്, മാറ്റിയിരിക്കും. ദേഹത്ത് തൊട്ട് കളിക്കരുത് കേട്ടോ, ദേഹത്ത് തൊട്ട് കളിക്കരുത്, മോശമാണ്. ദേഹത്ത് തൊട്ട് കളിക്കരുത് കേട്ടോ. മേക്കിട്ട് കയറുമല്ല വേണ്ട, മേക്കിട്ട് കയറുമല്ല വേണ്ട കേട്ടോ. ശരിയല്ല, ചെയ്തോളാം. എല്ലാവർക്കും മൈക്ക് തരാന്ന് പറഞ്ഞല്ലോ. അവര് നിങ്ങൾ പോയിരിക്കും. ഞാൻ ആർക്കാ ചോദിക്കാല്ല, എല്ലാവർക്കും മൈക്ക് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ അതത് സ്ഥലത്തിരിക്കും. ഇത് ലൈവ് പരിപാടിയാണ്, നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാതെ ബഹളം വെക്കണ്ട. ഏതാ നിങ്ങൾ അവസാനം പുറകിൽ അവസാനം വന്നോണ്ടല്ലേ ആ കസേരയിൽ വന്നിരുന്നില്ലല്ലോ ആദ്യം, അതുകൊണ്ടല്ലേ പ്രശ്നമുണ്ടായത്. നിങ്ങൾക്ക് നിങ്ങൾ സമയത്ത് വരണേ. നിങ്ങൾക്ക് സംസാരിക്കണോ? മൈക്ക് കൊടുക്ക്. ഇവിടെയുള്ള കൂടി നിൽക്കുന്നവർ ഏകപക്ഷീയം എങ്ങനെയാവുന്ന നിങ്ങൾ ചോദ്യം. ഇവിടെ കൂടി നിൽക്കുന്നവരുടെ രാഷ്ട്രീയം എനിക്കറിയില്ല, എനിക്ക് ആരുടെ രാഷ്ട്രീയം അറിയില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അല്ലാതെ ശാരീരികമായി അല്ല. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞു. തരാലോ. ആരാ പിടിച്ചു വെക്കുന്നേ? മൈക്ക് കൊടുക്കേ. എല്ലാവർക്കും വന്ന് ഇരുന്നത് അവരാണ് സാർ. നിങ്ങൾ അവിടെ ഇരിക്കേ. നിങ്ങൾ പരിപാടി തുടങ്ങി വന്നോണ്ടാ നിങ്ങൾക്ക് നിങ്ങൾ ശാരീരികമായി കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. ചോദിക്കൂ. അത് വളരെ മോശമാണ്. വൈകി വന്നതല്ലേ, അത് വളരെ മോശമാണ് കേട്ടോ.